ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ബ്ലാക്ക് എഫക്സ് ഓട്ടോമോട്ടീവ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഡർ വന്നിട്ടുണ്ട്. ക്യാൻഡി റെഡും സ്പാർക്ക് സിൽവറാണ്, 500 ml ക്വാണ്ടിറ്റിയാണ് ഓർഡർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് അതിൻ്റെ മാക്കിംഗ് നോക്കാം. ഇതാണ് ക്യാൻഡി റെഡ് വരുന്നത്. ഇതിൻ്റെ ഒരു റിസൾട്ട് ഇങ്ങനെ വരും. ആക്ച്വലി ക്യാൻഡി റെഡ് വരുമ്പോഴത്തേക്കും ഇതാണ് ഇതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. ഇതാണ് നമ്മൾ നോർമൽ ക്യാൻഡി റെഡ് വരുന്നത്. ഇത് നോർമൽ ക്യാൻഡി റെഡ് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ ബേസ് കോട്ട് വരുന്നത് നമ്മൾ ടൈറ്റാനിയം സിൽവറാണ് ബേസ് കോട്ട് വരുന്നത്. അത് ആക്ച്വലി പേൾ ബേസ്ഡ് സിൽവറാണ്. ഞാൻ അതിൻ്റെ റിസൾട്ടോടെ കാണിക്കാം. ഇതാണ് നമ്മുടെ നോർമൽ ക്യാൻഡിയിൽ വരുന്ന ടൈറ്റാനിയം ലെക്സിൻ്റെ ബോർഡ് വരുന്നത്. ഇതിൻ്റെ ടോപ്പിലാണ് നമ്മൾ ക്യാൻഡി റെഡ് അപ്ലൈ ചെയ്യുന്നതും ഈ സ്പാർക്കിൾ എഫക്റ്റ് നമുക്ക് ക്യാൻഡിയിൽ കിട്ടും. അപ്പോൾ അതാണ് അതിൻ്റെ റിസൾട്ട് വരുന്നത്. നമുക്ക് റെഗുലർ പെയിൻറ്റിൽ നമുക്ക് ഈ സിൽവർ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതിൻ്റെ ക്വാളിറ്റി എന്ന് പറയുമ്പം സ്പെഷ്യലി മെയ്ഡ് ഫോർ ക്യാൻഡി എന്ന് പറയും. നമ്മൾ ഇന്ന് മിക്സ് ചെയ്യാൻ പോകുന്നത് ക്യാൻഡി റെഡും സ്പാർക്ക് സിൽവർ ബേസ് കോട്ടുമാണ്. സ്പാർക്ക് സിൽവർ ആക്ച്വലി നമ്മുടെ 3 ടൈപ്സ് ഓഫ് ഫ്ലേക്സും പിന്നെ കുറച്ച് മെറ്റാലിക് എലമെൻസും ഷിഫ്റ്ററും ഒക്കെ മിക്സ് ചെയ്ത് വരുന്ന ഒരു ബേസ് കോട്ടാണിത്. നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് കാണാം. ഇത് ആക്ച്വലി നോർമൽ ലൈറ്റിൻ്റെ കീഴിലാണ് ഈ റിസൾട്ട് വരുന്നത്. നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് കാണണമെന്നുണ്ടെങ്കിൽ റിയൽ സൺലൈറ്റ് വേണം. ഈ സ്പാർക്കിൾ എലമെൻറ്റ്സ് മാത്രമല്ലാണ്ട് നമുക്ക് ഇതിനകത്ത് ചെറിയ ഹോളോഗ്രാഫിക് എഫക്റ്റൂടെ കാണാൻ പറ്റും. കണ്ടോ? നമുക്കപ്പോൾ ഇതിൻ്റെ മുകളിൽ ക്യാൻഡി റെഡ് അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും ഈ സ്പാർക്കിളെല്ലാം നമുക്ക് ക്യാൻഡി റെഡിന് മുകളിൽ കിട്ടും. വളരെ യുണീക്കായിട്ടുള്ളൊരു റിസൾട്ട് വരും. നോർമലി അങ്ങനെ ആരും സ്പാർക്ക് സിൽവർ ചൂസ് ചെയ്യാറില്ല. കാരണം നമുക്കിത് ഒരു വണ്ടിയിൽ ചെയ്യുമ്പോഴത്തേക്കും ശരിക്കും ഈ ഒരു റിസൾട്ട് അച്ചീവ് ചെയ്യാനായിട്ട് ഒത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമുക്കൊരു 6-7 പരം കോട്ട് വേണ്ടി വരും ഇത്രയും കവറേജ് ഉള്ള തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ട്. നോർമലി നമുക്ക് യൂസ് ചെയ്യുന്ന ക്യാൻഡി റെഡിൻ്റെ ഷെയ്ഡ് ആണെന്നുണ്ടെങ്കിൽ ബേസ് കോട്ട് നമ്മുടെ ടൈറ്റാനിയം ലെക്സ് ആയിരിക്കും. ഇത് പക്ഷേ കസ്റ്റമർ ചോയ്സാണ്. കുറച്ചുകൂടെ സ്പാർക്കിൾ വേണം എന്നുള്ള ഒരു മൈൻഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പാർക്ക് സിൽവർ ചൂസ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ക്യാൻഡി റെഡും സ്പാർക്ക് സിൽവറും എങ്ങനെ മേക്ക് ചെയ്യാമെന്നുള്ളത് നമുക്ക് കാണാം. ഇതാണ് ആക്ച്വലി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നൊരു 3 ടൈപ്സ് ഓഫ് ഫ്ലേക്സ്. ഇത് മെറ്റൽ ഫ്ലേക്സിൻ്റെ തന്നെ 2 സൈസാണ് നമ്മളിപ്പോൾ ചൂസ് ചെയ്തിരിക്കുന്നത്. കസ്റ്റമറിന് ഒരുപാട് സ്പാർക്കിൾ വേണ്ട എന്നുള്ള നിർബന്ധപ്രകാരം 2 സൈസിലുള്ള സിൽവർ ഫ്ലേക്സും കുറച്ച് ഷിഫ്റ്റർ നമ്മളിൽ ആഡ് ചെയ്യും. ഷിഫ്റ്റർ ആക്ച്വലി നമ്മൾ ആഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൺലൈറ്റ് ഹിറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു സ്പാർക്കിൾ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇത് ആക്ച്വലി ട്രൈ കളറിലെ ഒരു ഫ്ലേക്കാണ്. ഇതാണ് ഷിഫ്റ്റർ വരുന്നത്. നമ്മുടെ ഈ റിസൾട്ട് കിട്ടും. ഇത് ആക്ച്വലി നമ്മൾ കുറച്ച് മാത്രം നമ്മൾ ആഡ് ചെയ്യുമ്പോഴത്തേക്കും ബേസ് കോട്ടിൽ ഒരു പ്രത്യേക എഫക്റ്റ് നമുക്ക് കിട്ടും. ഷിഫ്റ്റർ ആക്ച്വലി ഞങ്ങൾ സ്പാർക്ക് സിൽവർ വരുമ്പോഴത്തേക്കും അതിലൊരു ജസ്റ്റ് ആഡ് ഓൺ എന്നുള്ള രീതിക്ക് ഒരല്പം മാത്രമേ നമ്മൾ ആഡ് ചെയ്യത്തുള്ളൂ. കാരണം ഇതല്ല നമുക്ക് മെയിനായിട്ട് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. നമുക്ക് നോർമൽ ക്രോമാണ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് എന്തായാലും ടൈറ്റാനിയം ലെക്സ് നമുക്കിവിടെ നിന്ന് മാറ്റി വയ്ക്കാം. കാരണം നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ടൈറ്റാനിയം ലെക്സ് ഇല്ല. നമ്മൾ മേക്ക് ചെയ്യുന്നത് സ്പാർക്ക് സിൽവറും ക്യാൻഡി റെഡുമാണ് മേക്ക് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമ്മളിപ്പം ഇൻ്റർകോട്ട് എടുത്തിട്ടുണ്ട്. നമ്മുടെ തന്നെ ഇൻഹൗസ് ആയിട്ടുള്ള ബ്ലാക്ക് എഫക്സ് മേക്ക് ചെയ്യുന്ന D90 എന്നുള്ള ഇൻ്റർകോട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പേഴ്സും ഫ്ലെക്സും ഒക്കെ ക്യാരി ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഇൻ്റർകോട്ടാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ തന്നെ ട്രാൻസ്പറൻസി ഞാൻ നിങ്ങളിപ്പോൾ കാണിക്കാം. കണ്ടല്ലേ? ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റിയാണ് ആക്ച്വലി. അപ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ നമ്മുടെ സ്പാർക്ക് സിൽവർ വരുമ്പോഴത്തേക്കും 3 സൈസിലെ ക്രോം ഫ്ലേക്സും അതിൻ്റെ കൂടെ കുറച്ച് മെറ്റാലിക് എലമെൻസും പിന്നെ ഒരു ആഡ് ഓണായിട്ട് നമ്മൾ ഷിഫ്റ്ററും കുറച്ച് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോൾ കസ്റ്റമറിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് പുള്ളിക്ക് സ്പാർക്കിൾ അധികം വേണ്ട. അതുകൊണ്ട് നമ്മൾ 2 ടൈപ്പ് ഓഫ് ഫ്ലേക്ക് യൂസ് ചെയ്യുന്നുണ്ട്. ആഡ് ഓണായിട്ട് കുറച്ച് ഷിഫ്റ്ററും ആഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് ആദ്യം 04 സൈസിലെ ഫ്ലേക്സ് ആഡ് ചെയ്യാം. കണ്ടില്ലേ? ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്ന ഷിഫ്റ്ററാണ്. ഇത് നമ്മൾ അധികം ആഡ് ചെയ്യുന്നില്ല. കാരണം ഇതിൻ്റെ എഫക്റ്റ് നമുക്ക് മിനിമലായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇത് കുറച്ചാണ് ആഡ് ചെയ്യുന്നത്. ആക്ച്വലി ഷിഫ്റ്ററിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് കാണാം. ഈ സൈസ് വരുന്നത് 08 ആണ്. ആഡ് ചെയ്യേണ്ട പ്രോഡക്റ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കണ്ടില്ലേ? വളരെ തിക്കായിട്ട് നമുക്ക് സ്പാർക്ക് സിൽവർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ നമ്മുടെ സ്പാർക്ക് സിൽവർ ഇവിടെ റെഡിയാണ്.
ഇനി നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്യാൻഡി റെഡ് മേക്കിംഗ് ആണ്. ക്യാൻഡി റെഡ് വരുന്നത് D90 ഇൻ്റർകോട്ടിൻ്റെ കൂടെ നമ്മൾ തന്നെ ഓൺ ഹൗസ് ആയിട്ടുള്ള ക്യാൻഡി റെഡിൻ്റെ കോൺസെൻട്രേറ്റ് മിക്സാണ് നമ്മൾ ക്യാൻഡി റെഡ് മേക്ക് ചെയ്യുന്നത് ആക്ച്വലി. ഇപ്പോൾ ക്യാൻഡി റെഡിൻ്റെ കോൺസെൻട്രേറ്റും അഡിറ്റീവ്സ് എല്ലാം കഴിഞ്ഞിട്ട് ഉള്ള ഔട്ട്പുട്ടാണിത്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കണ്ടില്ലേ? ഇതാണ് പെയിൻറ്റിൽ വരുന്ന ഔട്ട്പുട്ട്. ഇതാണ് ഓക്കെ. ഇതാണ് നമ്മുടെ ഫൈനൽ ഔട്ട്പുട്ട് പ്രോഡക്റ്റ് വരുന്നത്. സ്പാർക്ക് സിൽവറും ക്യാൻഡി റെഡുമാണ്. നമുക്ക് ഇതിൻ്റെ സ്പാർക്കിൽ നമുക്ക് ഇതിപ്പോൾ തന്നെ കാണാൻ പറ്റും എത്രമാത്രം ഉണ്ടെന്ന്. ഇതിൻ്റെ വർക്ക് വരുന്നത് ബേസ് കോഡ് സ്പാർക്ക് സിൽവർ വരും, അതിനുശേഷം ക്യാൻഡി റെഡ് അടിക്കും, ക്ലിയർ കോഡ് അടിക്കും, ഫിനിഷ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ പ്രൊസീജിയർ വരുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ ഫൈനൽ ഔട്ട്പുട്ട് കസ്റ്റമറിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യാം. അടുത്ത സ്റ്റെപ്പ് വരുന്നത് നമുക്ക് ഇതിനെ പാക്ക് ചെയ്യാം. നമ്മളിപ്പോൾ നന്നായിട്ട് പാക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഓർഡേഴ്സ് എല്ലാം നമുക്ക് കേരളത്തിന് പുറത്തോട്ടും ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ പോകുന്നതുകൊണ്ട് മാത്രം തന്നെ നമ്മൾ നന്നായിട്ട് അത് പാക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഇൻവോയ്സ് വയ്ക്കും. എപ്പോഴും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷേക്ക് വെൽ ബിഫോർ യൂസ് എന്നാണ്. കാരണം നമ്മുടെ എല്ലാ പേൾസും പേൾ ബേസ്ഡ് ആയതുകൊണ്ട് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അതൊന്ന് ഷേക്ക് ചെയ്തിട്ട് യൂസ് ചെയ്യുക. അപ്പോഴാണ് അതിൻ്റെ എലമെൻറ്റ്സ് എല്ലാം ഒന്നുകൂടി അറേഞ്ച് ആക്കുന്നത്. അടുത്തായിട്ട് ഞങ്ങളൊരു താങ്ക് യു കാർഡ് അറ്റാച്ച് ചെയ്യുന്നുണ്ട്. താങ്ക്സ് ടു കസ്റ്റമേഴ്സ്. താങ്ക് യു. ഫൈനലി ഓൾ സെറ്റാണ്. അപ്പോൾ ഫൈനൽ വർക്ക് എല്ലാം കഴിഞ്ഞ് പെയിൻറ്റ് പാക്ക് ചെയ്തിട്ടുണ്ട്, ഷിപ്പിംഗ് ലേബൽ അടിച്ചിട്ടുണ്ട്. ഇനി കൊറിയർ ഗായ് വന്ന് പിക്കപ്പ് ചെയ്യും, നേരെ കസ്റ്റമറിൻ്റെ ഡോർ ഡെലിവറി. ഓക്കെ, ഇതാണ് ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.